അപ്പോൾ കാസർഗോട്ടേക്ക് കൂടി നമുക്കൊന്ന് പോകണം. കാസർഗോഡ് ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. കർണാടക വനത്തിലെ ഉരുൾപൊട്ടൽ ഇന്നലെ വല്ലാത്ത ഭീഷണിയുണ്ടാക്കി. തേജസ്വിനി, കാര്യങ്കോട് പുഴകളൊക്കെ കരകവിഞ്ഞൊഴുകി. പാലായി, നീലായി, ചാത്തമത്ത്, പോണോത്തുരുത്തി എന്നിവിടങ്ങളിൽ വെള്ളം കയറി. 16 കുടുംബങ്ങളെ അവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം പാലായിൽ നിന്ന് ചേരുന്നു. പാലായിൽ ആണ്. പാല ഉള്ളത് നമ്മുടെ കോട്ടയം പാലയാണ്. ആ പാലയല്ല, ഇത് കാസർഗോഡുള്ള പാലായിൽ നിന്ന് അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നുണ്ട്. അരുൺ, വെരി ഗുഡ് മോർണിംഗ് അരുൺ. എന്താണ് കാസർഗോട്ടെ അവസ്ഥ? കർണാടകയിലെ വനത്തിലെ ഉരുൾപൊട്ടൽ കാസർഗോഡിനെ ബാധിച്ചിട്ടുണ്ട് ചെറിയ രീതിയിലെങ്കിലും. ഇന്നലെയൊക്കെ നമ്മൾ വെള്ളം കുത്തിയൊലിച്ച് വരുന്നത് കണ്ടു ഈ തേജസ്വിനി പുഴയിലെല്ലാം. എന്താണ് കാസർഗോഡെ പൊതുവായിട്ടുള്ളൊരവസ്ഥ? അരുൺ പൂപ്പറമ്പ, ഇപ്പോഴും മഴ തുടരുന്നുണ്ടോ? അരുൺകുമാർ, ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുന്നുണ്ട്. മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്നലെ രാത്രി ഉൾപ്പെടെ അതിശക്തമായ മഴയാണ് പെയ്തത്. പ്രത്യേകിച്ച് ഇന്നലെ കർണാടക ഉൾവനത്തിൽ ഈ ഉരുൾപൊട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ മലയോര മേഖലയിലൊക്കെ വലിയ മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ തേജസ്വിനി, കാര്യങ്കോട് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പുഴകൾ കരകവിഞ്ഞ് അതിൻ്റെ തീരത്തുള്ള വീടുകളിലും അതോടൊപ്പം തന്നെ ആ പ്രദേശങ്ങളിലൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമാണുള്ളത്. പാലായി, പോടോത്തുരുത്തി, കയ്യൂർ ഉൾപ്പെടെയുള്ള ഞാനിപ്പോൾ ഈ തോണിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ നീലേശ്വരത്ത് നിന്ന് കയ്യൂരിലേക്ക് പോകുന്ന റോഡിലൂടെയാണ്. നമ്മൾ ഈ തോണിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഏതെങ്കിലും ഒരു ജലാശയമോ പുഴയോ മറ്റത്തരത്തിലുള്ള തോടുകളോ ഒന്നുമല്ല. ഇതൊക്കെ റോഡിൻ്റെ അരികിലുള്ള സ്ഥലങ്ങളാണ്. അത് പൂർണ്ണമായി നമുക്ക് കാണാം വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ് ഉള്ളത്. അവിടെ ഈ ഇത്തരത്തിലുള്ള കൃഷിയിടങ്ങൾ, അതോടൊപ്പം തന്നെ നമുക്ക് തൊട്ടിപ്പുറത്തോട്ട് പോയാൽ ഒരു വായനശാലയൊക്കെ പൂർണ്ണമായി മുങ്ങിയ നിലയിൽ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഈ പ്രദേശം, ഇത് ഞാനിപ്പോൾ ഉള്ളത് പാലായി എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ തേജസ്വിനി പുഴയാണ് കരകവിഞ്ഞൊഴുകിയത്. ഇന്നലെ ഈ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മലവെള്ളം വലിയ തോതിൽ ഈ പുഴകളിലേക്ക് വന്നത്. അങ്ങനെയാണ് കാര്യങ്കോട് ഉൾപ്പെടെ ഈ തേജസ്വിനി ഉൾപ്പെടെയുള്ള പുഴകൾ കരകവിഞ്ഞൊഴുകിയത്. അതിൻ്റെ തീരത്തുള്ള പ്രദേശങ്ങളാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചത്. പാലായി ഉൾപ്പെടെ കയ്യൂർ, പോടോത്തുരുത്തി ഉൾപ്പെടെയുള്ള നീലായി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടാണുള്ളത്. അത് നമ്മൾ വലിയൊരു പുഴ പോലെയാണ് ഇത് കാണുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കയ്യൂരിലേക്ക് പോകുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് ഈ നിലയിൽ മുങ്ങിയിട്ടുള്ളത്. ഇതിന് തൊട്ട് സമീപമുള്ള വീടുകളിലും വെള്ളം കയറിയതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ചേട്ടാ, കുറേ ആൾക്കാരെ മാറ്റിപ്പാർപ്പിച്ചു? ഏകദേശം ഈ ഭാഗത്തുള്ള എല്ലാ വീട്ടുകാരെയും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. എത്രത്തോളം കുടുംബങ്ങളുണ്ട്? ഇത് ഏകദേശം ഒരു 100ഓളം കുടുംബങ്ങളുണ്ട് ഇവിടെ. ഇത് ഇന്നലെ രാത്രിയാണോ ഈ സ്ഥിതി? പെട്ടെന്നാണ്, ഒരു 8 മണിക്ക് ശേഷമാണ്. 7 മണി വരെ ഒന്നും അങ്ങനെയൊന്നും ഉണ്ടായില്ല, മഴയുണ്ടായിരുന്നു. 8 മണിക്ക് ശേഷമാണ്, 2 മണിക്കൂറിലാണ് ഈ പ്രദേശം മൊത്തം മുങ്ങി. തേജസ്വിനി അതിവേഗം കരകവിഞ്ഞൊഴുകി. പാലായി, ചാത്തമത്ത്, പോടോത്തുരുത്തി, കാര്യങ്കോട് പോലുള്ള നീലായി പോലുള്ള പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാവുകയായിരുന്നു. അരുൺകുമാർ, നമുക്ക് കാണാം, നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്ന ചേട്ടൻ ഇതൊരു റോഡിലൂടെയാണ് നടന്നു വരുന്നത്. ആ ചേട്ടൻ്റെ ഏകദേശം മുങ്ങുന്ന പോലെ തന്നെ വെള്ളമുണ്ടല്ലേ? ഇത് വലിയ നിലയിൽ കയറി. 2018 പ്രളയം ഓർമ്മ വരുന്നൊരു സ്ഥിതിയാണുള്ളത്. 2018 ഇവിടെ ഈ നിലയിൽ വെള്ളം കയറിയത് അവസാനമായി. ഈ നിലയിലാണ് പിന്നെ അവസാനമായി വെള്ളം കയറിയത്. എല്ലാവരും, നാട് മൊത്തം മുങ്ങി. അരുൺകുമാർ, ഓക്കെ, ചെറിയ ശബ്ദ തടസ്സമുണ്ട് അരുൺ പൂപ്പറമ്പ. പക്ഷേ എങ്കിലും ആ ദൃശ്യങ്ങൾ നമ്മൾ ആശങ്ക ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. കാരണം പോകുന്നത് പുഴയിലൂടെയല്ല. ഇന്ന് നോക്കൂ, ഒരു വീടിൻ്റെ ഏകദേശം താഴ്ന്ന നിലയിൽ ആ മതിൽക്കെട്ടിൻ്റെ പാതിയോളം ഭാഗം വെള്ളം കയറി കിടക്കുന്നത് കാണാം. ഒരു വീടിൻ്റെ 3/4%, കടകളുടെയൊക്കെ 3/4% വെള്ളം കയറി കിടക്കുന്നത് കാണാം. രഞ്ജിത്ത് മഞ്ഞപ്പാടി പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അപ്പോൾ കാസർഗോഡ് റോഡിലൂടെ ഇപ്പോൾ വഞ്ചി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഹൈറ്റാണ് പ്രേക്ഷകരോട് അരുൺ പൂപ്പറമ്പ വിശദീകരിച്ചത്. കാസർഗോഡ് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. കയറിയ വെള്ളമൊന്നും ഇറങ്ങിപ്പോകുന്നില്ല. ഉദയ സ്റ്റൂൾസ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരൻ്റെ പാവപ്പെട്ട മനുഷ്യൻ്റെ കടയാണ്. ആ കടയിലിരുന്ന സാധനങ്ങളൊക്കെ ഇനി എന്ത് പറ്റിയിട്ടുണ്ടാവുമോ എന്തോ. അവിടെ ആ വീടുകളിലും ആൾക്കാരും ഇല്ലെന്ന് തോന്നുന്നു. അവിടെയുള്ള ആൾക്കാരും ഇപ്പോൾ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറിയിട്ടുണ്ട്. ഈ തേജസ്വിനി പുഴയൊക്കെ കരകവിഞ്ഞൊഴുകി. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കർണാടക ഉൾവനത്തിൽ ചെറിയ രീതിയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ്. അരുൺ പൂപ്പറമ്പയുണ്ട്. 16 കുടുംബങ്ങളെയാണ് ഇവിടെ നിന്നും മാറ്റി പാർപ്പിച്ചിരിക്കുന്നത്. ഇതാണ് കാസർഗോഡ് നിന്നുള്ള ദൃശ്യങ്ങൾ.